നേതാവിനൊപ്പം എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഭരണത്തിരക്കുകൾക്ക് അവധി നൽകി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് അരുവിക്കരയുടെ പ്രചരണ രംഗത്താണ്. വിതുരയിലെ കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നത്. വിതുരയിലെ കോൺഗ്രസ് ഓഫീസിലെത്തിയ മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷമാണ് അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി ശബരിനാഥനും പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത്. നിങ്ങൾ വലിയൊരു രാഷ്ട്രീയ ദൗത്യമാണ് നിറവേറ്റുന്നത്. കാരണം ഈ നാടിന്റെ വികസന രംഗത്ത് എപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിലങ്ങുതടി ആയി നിൽക്കുന്ന ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ കൊടുത്ത് ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ജനതയെ നിരാശയുടെ അടിത്തട്ടിലേക്ക് വിട്ടിരിക്കുന്ന BJPക്കുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ശ്രീ ശബരിനാഥിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. അതിനുവേണ്ടി നമുക്ക് കൂട്ടായി ശ്രമിക്കാം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ഇനി മുഖ്യമന്ത്രിയുടെ യാത്ര മണ്ഡലത്തിലെ ആദിവാസി മേഖലകളിലേക്കാണ്. വിതുര പഞ്ചായത്തിലെ കല്ലങ്കോട് ആദിവാസി കോളനിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് ആദിവാസി സമൂഹത്തിന്റെ സ്നേഹോഷ്മളമായ സ്വീകരണം. പരമ്പരാഗത ആചാരക്രമങ്ങളോടെയാണ് തങ്ങളുടെ പ്രിയ മുഖ്യമന്ത്രിയെ പ്രദേശവാസികൾ വരവേറ്റത്. 10,008 മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ചാറ്റുപാട്ടോടെയായിരുന്നു മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. സർവൈശ്വര്യവും ദീർഘായുസ്സും നേരുന്നതാണ് ചാറ്റുപാട്ടിന്റെ ആചാരഫലം. നിങ്ങൾ ആരും പറയാതെ ഇവിടെ വന്ന് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആ താല്പര്യവും ഏറ്റുവാങ്ങുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാർത്തികേയന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലൊരു നഗർ ആദ്യമായി ഈ നാടിന് ആ പേര് നൽകിയത് കല്ലംകുടിക്കാരാണ്, നിങ്ങളാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കും. നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു, നിങ്ങൾ എത്രമാത്രം ഹൃദയത്തിൽ അദ്ദേഹത്തെ കാണുന്നു എന്ന്. അതുപോലെ തന്നെ അദ്ദേഹം എത്രമാത്രം താല്പര്യം കാട്ടി. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന ഒരു ജയിച്ചു വരുന്ന ഒരു MLAക്ക് മനസ്സിൽ എന്തെല്ലാം താല്പര്യങ്ങൾ കാണും.
ആഗ്രഹങ്ങൾ കാണും. അതൊക്കെ അദ്ദേഹത്തിന് നിറവേറ്റാൻ 5 വർഷം. പക്ഷേ കല്ലംകുടിക്കാരുടെ പ്രശ്നത്തിന് കാർത്തികേയന് 5 ദിവസമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ്. ആ പ്രിയപ്പെട്ട കാർത്തികേയനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, കാർത്തികേയൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഈ കല്ലംകുടിയിലെ ആദിവാസികളുടെ ഈ കേന്ദ്രത്തിൽ വരാൻ, നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവുമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാർത്തികേയൻ നമ്മളോടൊപ്പമില്ല. അദ്ദേഹം വളരെ നാളുകൾ കൂടി നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവസരത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. കാർത്തികേയൻ്റെ ആ വിടവ് നികത്താൻ വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ആ ദുഃഖ സ്മരണകൾക്ക് അല്പമെങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊരാശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ശബരിനാഥാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നതിലാണ്. ശബരിനാഥൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ, ചുരുങ്ങിയ വാക്കുകൾ, പക്ഷേ ആ ഓരോ വാക്കും ഹൃദയത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള വാക്കുകളാണ്. വികസനത്തിലേക്ക് തങ്ങളെ കൈപിടിച്ചുയർത്തിയ പ്രിയ നേതാവിനെ മനസ്സിന്റെ അകമഴിഞ്ഞ സ്നേഹവായ്പ കൊണ്ടാണ് കല്ലാങ്കുടി ആദിവാസി മേഖല സ്വീകരിച്ചത്. മലയോര മേഖലയിലെ മണ്ണിന്റെയും മനുഷ്യന്റെയും മനസ്സിലെ നന്മ കൊണ്ടാണ് ഈ പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് വിരുന്നൊരുക്കിയത്. സ്നേഹത്തിന്റെയും ഒരു ആതിഥേയത്തിന്റെ ഒക്കെ രുചി നൽകിയാണ് ഇവിടുത്തെ വോട്ടർമാർ സ്വീകരിച്ചത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവിടുത്തെ വോട്ടർമാർ ഈ കാർത്തികേയനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർക്കാരിനെ UDF സർക്കാരിനെ, ഉമ്മൻചാണ്ടിയെ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അരുവിക്കരയിലെ ജനങ്ങൾ. പ്രത്യേകിച്ച് ഇവിടുത്തെ ആദിവാസി മേഖലയിലുള്ളവർ. അവർക്കെല്ലാം വളരെ ആവേശമാണ് ശ്രീ ഉമ്മൻചാണ്ടിയോടെ വന്നത്. ഇതേപോലെ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. വളരെ നന്നായിട്ട്. കല്ലാങ്കുടി ആദിവാസി കോളനിയിലെ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇനി ചെട്ടിയാമ്പാറയിലേക്ക്. വികസനവും കരുതലുമെന്ന പ്രഖ്യാപിത നയമായിരുന്നു കല്ലാങ്കുടിയിൽ മുഖ്യമന്ത്രി വോട്ടർമാരോട് മുന്നോട്ട് വെച്ചത്. UDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വോട്ടാണ് ശബരിനാഥിന് നൽകേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. UDF കൺവെൻഷൻ നടന്നതിന് ശേഷം ഇവിടെ പ്രചരണത്തിനായി എത്തിയതാണ്. പ്രത്യേകിച്ച് ആദിവാസി പിന്നാക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയാണ് അങ്ങ് തിരഞ്ഞെടുത്തത്. എന്താണ് അങ്ങ് ഇതിൽ നിന്ന് ലക്ഷ്യമിടുന്നത്? ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും റിമോട്ട് ഏരിയയിൽ കഴിയുന്ന, ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കഴിയുന്നവരാണ് ആദിവാസികൾ. അപ്പം അവരുടെ ഊരുകളിൽ നിന്ന് പ്രചരണം ആരംഭിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ട് ബോധ്യപ്പെടാൻ കിട്ടുന്ന ഒരവസരം കൂടിയായിട്ടാണ് ഞാനിതിനെ കണ്ടത്. 2 ഊരുകളിലും നല്ല ആദിവാസികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അവരുമായി നല്ല നിലയിലുള്ള ആശയവിനിമയം നടത്തി. ഒരു രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം അത് വളരെ വലുതാണെന്ന് അങ്ങ് തിരിച്ചറിയുന്നുണ്ടല്ലോ. സ്വാഭാവികമായും വികസന നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചത്. ഇത് ഈ അരുവിക്കരയിലെ ജനങ്ങൾ അതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നതാണ് അങ്ങയുടെ കണക്കുകൂട്ട്? അത് നിശ്ചയമായും അരുവിക്കരയിലെയും കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം നിഷേധാത്മകമായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നഷ്ടങ്ങൾ വന്നിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ലോകം മുഴുവൻ മാറുന്നു, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും മാറുന്നു, കേരളത്തിൽ മാത്രം മാറ്റങ്ങൾ പാടില്ല. ഇതാണ് മാർക്സിസ്റ്റ് സമീപനം.
അതിൻ്റെ ഫലമായി നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം വളരെ വലുതാണ്. ഇന്ന് ജനങ്ങളത് തിരിച്ചറിയുന്നു. അത് നമുക്കും വേണം വികസനം, നമുക്കും വേണം ഈ മാറ്റങ്ങൾ എന്ന ആ ഒരു സമീപനം അത് നിശ്ചയമായും ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന് പോലും എതിർക്കുക. വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അവരും അത് യാഥാർത്ഥ്യമാക്കാൻ കുറേ നാൾ ശ്രമിച്ചതാണ്. ഇപ്പോഴെന്താ അവർക്ക് നടത്താൻ സാധിച്ചില്ല. UDF നടത്തിയാൽ അവർക്ക് ക്ഷീണമാകും. ഇതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട സമീപനം. അവർക്ക് നിശ്ചയമായും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അവരുടെ സ്ഥാനാർത്ഥി ശ്രീ M. വിജയകുമാർ, അദ്ദേഹം തുറമുഖത്തിൻ്റെ ചാർജ് വഹിച്ച മന്ത്രിയാണ്. അദ്ദേഹത്തിന് പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത കാര്യം ഇന്ന് UDF നടപ്പിലാക്കുന്നത് അവർക്ക് ഒരു ഒട്ടും തന്നെ ഹിതമല്ലാത്തൊരു കാര്യമാണ്. അതറിയാം. പക്ഷേ അതിനെ എതിർക്കുന്നത് ശരിയാണോ? 7500 കോടി രൂപയുടെ പ്രോജക്റ്റിൽ 6000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് അവർ പറയുന്നത്. അത് അങ്ങനെ ഒരു അഴിമതി ലോകത്തെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അപ്പം ഇത് കുറേ വലിയ തുക കൂട്ടിക്കാണിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ്. ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ നമ്മൾ പല പദ്ധതികളും ഇട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ വിഴിഞ്ഞവും പോകും എന്നാണ് അവർ ധരിച്ചത്. പക്ഷെ ഒരു കാരണവശാലും വിഴിഞ്ഞത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് ഒരു യാഥാർത്ഥ്യമാക്കും. അതിന് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. UDF സ്ഥാനാർത്ഥി ശബരിനാഥിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോഴുള്ളത് അരുവിക്കര മണ്ഡലത്തിൽപ്പെട്ട കാരക്കാന്തോട് ആദിവാസി മേഖലയിലാണ്. ഇവിടുത്തെ ജനസമൂഹം ആചാരപരമായ വരവേൽപ്പാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. കാരക്കാംതോട് ആദിവാസി കോളനിയിൽ നടത്തിയ പ്രസംഗത്തിലും മുഖ്യമന്ത്രി വികസനവും കരുതലുമെന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വച്ചത്. ആദിവാസി മേഖലയുടെ സമഗ്ര വികസനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് UDF സർക്കാരെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാരക്കാംതോട് നിന്നും ഇനി കോട്ടൂരിലെ പൊടിയന്മലയിലേക്കുള്ള യാത്രയാണ്. യാത്രയിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മുഖ്യമന്ത്രി ഇപ്രകാരം വിശദീകരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു 2 ഉപതെരഞ്ഞെടുപ്പുകൾ വിജയകരമായി മുന്നേറുകയും 3ാമത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയം UDF മുന്നോട്ട് പോകുമ്പോൾ പ്രധാന പ്രതീക്ഷമായി ഇടതുമുന്നണി ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് നോക്കുക? ഇടതുപക്ഷം കേരളത്തിൽ ബലഹീനപ്പെടുകയാണ്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. അവർക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവരുടെ തെറ്റായ നയങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. 2006 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടി വിജയിച്ചിട്ടില്ല. 2009 നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് 20ൽ 16 സീറ്റും UDF ജയിച്ചത്. അത് കഴിഞ്ഞ് നടന്ന 3 അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ 3ലും കോൺഗ്രസ് വിജയിച്ചു, UDF വിജയിച്ചു.
അത് കഴിഞ്ഞ് പഞ്ചായത്ത് രാജ് സ്ഥാപന തെരഞ്ഞെടുപ്പ് 60%-ലധികം സീറ്റുകൾ കിട്ടി. 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയിച്ചു. അത് കഴിഞ്ഞ് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു. ഇന്നിപ്പം അരുവിക്കരയിലും ജയിക്കും. BJP കേന്ദ്രം ഭരിക്കുന്നു എന്ന ഒരു വലിയ മുദ്രാവാക്യം മുൻനിർത്തിയാണ് അരുവിക്കരയിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരമുണ്ടോ അരുവിക്കരയിൽ? ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ രാജഗോപാലിനോട് ആളുകൾക്ക് ഒരു അനുഭവമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ BJPയോടുള്ള ഒരു എതിർപ്പായിട്ടൂടെ വന്നിട്ടില്ലേ? ശ്രീ രാജഗോപാലിന് എന്തെങ്കിലും അംഗീകാരം കൊടുക്കാൻ BJPക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തെ ഇങ്ങനെ നിർത്തി തോൽപ്പിക്കുന്ന ആ ഒരു പതിവാണ് ഇപ്രാവശ്യവും തുടരുന്നത്. അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രായം തടസ്സമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ അതില്ലതാരും. ഈ സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം CPM-ൽ ഉരുത്തിരിയുന്നുണ്ടല്ലോ. വളരെ വൈകിയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് അരുവിക്കരയിൽ പ്രചരണത്തിനെത്തിയത് തനിക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. ഇത് കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയങ്ങളെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? ശ്രീ അച്യുതാനന്ദനെതിരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമേയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലില്ലേ? അവരത് വായിച്ചതല്ലേ? ആ പ്രമേയം മാർക്സിസ്റ്റ് പാർട്ടി തിരുത്തിയിട്ടുണ്ടോ? പിൻവലിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങളിൽ ഒരു തന്ത്രമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. 4 തവണ G. കാർത്തികനൊപ്പം നിന്ന മണ്ഡലമാണ്. അപ്രതീക്ഷിതമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സ്ഥാനാർത്ഥിയായ സാഹചര്യവും വലിയ ചർച്ചയായിട്ടുണ്ട്. ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്തിൽ അങ്ങ് കാണുന്ന ഏറ്റവും അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം അരുവിക്കരയിൽ ജനങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശബരിനാഥ് യുവത്വത്തിന്റെ പ്രതീകമാണ്. അരുവിക്കരയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, അരുവിക്കരയിലെ ജനങ്ങളെ സ്നേഹിച്ചിരുന്ന നേതാവ് ശ്രീ കാർത്തികേയന്റെ മകനാണ്. അപ്പം ഇത് 2 ഘടകവും പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയിലും അതുപോലെ തന്നെ ഇവിടുത്തെ കാർത്തികേയന്റെ മകൻ എന്ന നിലയിലും ശബരിനാഥിന് നല്ല അക്സെപ്റ്റൻസ് ആണ് നിയോജക മണ്ഡലത്തിലുള്ളത്. അത് UDF-ന് വളരെ സഹായകരമാണ്. ഒരു കാര്യം കൂടി, അരുവിക്കര ഒരു ഭരണ തുടർച്ചയിലേക്കുള്ള ദിശാസൂചികയായി മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ആ ഒരു നിരീക്ഷണത്തോടുള്ള അങ്ങയുടെ പ്രതികരണം? ഏത് തെരഞ്ഞെടുപ്പും അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാകും. അത് ആരെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതാണ് യഥാർത്ഥത്തിൽ. ഈ കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം തുടർന്നുള്ള അസംബ്ലി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കും ചൂണ്ടുവലിയായിരിക്കും എന്നതിൽ സംശയമില്ല. ഇന്ന് ഒരു പടി കൂടി കടന്നങ്ങ് പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ കൂടെ വിലയിരുത്തലായിരിക്കുമെന്ന്. ഇത് ആ ഒരു നിലപാട് എന്താണ് ലക്ഷ്യം? അവര് ഗവൺമെന്റിനെതിരെ വളരെയേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് അവർ ഉന്നയിക്കുന്നത്. ജനങ്ങളിത് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്ത് 6000 കോടി രൂപയുടെ അഴിമതി. ഇപ്പം ആ നേതാവ് ഒന്നും മിണ്ടുന്നില്ല. സ്വന്തം പാർട്ടിയിലെ അനുയായികൾ പോലും 6000 ഏറ്റുപിടിച്ചിട്ടില്ല. കാരണം ആരെങ്കിലും വിശ്വസിക്കുന്ന വിധത്തിലെങ്കിലും പറയണ്ടേ. ആരോപണം വെറും പുകയായി മാറുന്നു. ആരോപണം വെറും തമാശയായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം അരുവിക്കര തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ
മുഴുവൻ ജനങ്ങളും അരുവിക്കര തിരഞ്ഞെടുപ്പിന് ആകാംക്ഷ പ്രകടിപ്പിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള, അതായത് കേരളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമുണ്ട്. അത് അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിശ്ചയമായും അടുത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെയൊക്കെ അതിൻ്റെ ഒരു ചൂണ്ടുപടിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം നടപ്പാക്കിയ വികസന പദ്ധതികളുടെ ആത്മവിശ്വാസം മുറുകെ പിടിച്ചാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അരുവിക്കര തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നതാണ്. UDFന്റെ ഐക്യവും അഖണ്ഡതയുമാണ് അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പ്രകടമാകുന്നത്. മുഖ്യമന്ത്രി കോട്ടൂരിലേക്കുള്ള യാത്രയിലാണ്. ഇതുവരെ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും മാറി മുഖ്യമന്ത്രി ഇനി 4 വീൽ ഡ്രൈവുള്ള ജീപ്പിലാണ് പൊടിയന്മലയിലേക്ക് പോകുന്നത്. പൊടിയന്മലയിലേക്കുള്ള യാത്രയ്ക്ക് 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കോട്ടൂരിലെ പ്രധാന പാതയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് പൊടിയന്മല. ഏറെക്കുറെ വാഹന ഗതാഗതം അന്യമാണ്. ഇവിടെ 4 വീൽ ഡ്രൈവ് ജീപ്പും ഏറെക്കുറെ നടന്നുമാണ് മുഖ്യമന്ത്രി വനമേഖലയ്ക്കുള്ളിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടെന്നറിയാം, ബുദ്ധിമുട്ടുകളുണ്ടെന്നറിയാം. അതൊക്കെ കേൾക്കുകയും അതിനൊക്കെ എങ്ങനെ എന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും വെറും കൈയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് വരാൻ സാധിക്കും. വെറും കൈയെന്ന് മാത്രമല്ല, കൈ ഇല്ലാതെ വന്നിരിക്കുന്നെന്ന് വേണേൽ പറയാം. കാരണം എനിക്ക് നിവേദനം മേടിക്കാൻ പോലും പറ്റില്ല. എനിക്കൊരാഗ്രഹമുണ്ട്, അത് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾക്കൊന്നും എതിരല്ല. എനിക്ക് നിങ്ങളുടെ ഒരു വീട് കാണണം, നിങ്ങളുടെ കൃഷിസ്ഥലം കാണണം. അത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവിടെ 100 വയസ്സുള്ള അമ്മയുണ്ട്, അമ്മയെ കൂടെ കാണത്തക്ക വിധത്തിൽ അടുത്ത വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അത് വേറൊന്നിനുമല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ്. പൊടിയം മേഖലയുടെ ജനകീയ വികസന പ്രശ്നങ്ങളാണ് കണ്ടറിഞ്ഞതും ചോദിച്ചറിഞ്ഞതും. ഇവിടുത്തെ ആദിവാസികളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയുന്നതിനും അവരുടെ ജീവിത നിലവാരം തൊട്ടറിയുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ ഭവന സന്ദർശനം നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ആദിവാസി മേഖലയിലെ പര്യടനം ഇതോടുകൂടി പൂർത്തിയാകും. മുഖ്യമന്ത്രിയുടെ ഉച്ചഭക്ഷണവും ഇവരോടൊപ്പമാണ്. ആദിവാസി മേഖലയിലെ പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇനി ആര്യനാട് പഞ്ചായത്തിലേക്ക്. ആര്യനാട് പഞ്ചായത്തിലെ അടക്കമുള്ള വിവിധ കുടുംബയോഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ. എത്രമാത്രം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചരണത്തോടുകൂടി? ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി ആദിവാസി കോളനികൾ സന്ദർശിക്കുന്നതിനാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. ആദ്യം ആ പ്രദേശങ്ങളാണ് സന്ദർശിച്ചത്. ആ പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് UDFൻ്റെ നേതൃത്വത്തിലും പൊതുജനങ്ങളും മുഖ്യമന്ത്രിക്ക് നൽകി. അപ്പോൾ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ശബരിനാഥന് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നിയോജകമണ്ഡലത്തിലുടനീളം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ശബരിനാഥിൻ്റെ യുവത്വം, അതോടൊപ്പം തന്നെ ശ്രീ GKയുടെ ഓർമ്മ, അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമൊക്കെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പര്യടനത്തിലൂടെ മനസ്സിലാക്കുന്നത്.
വെള്ളനാട് പഞ്ചായത്തിലെ പുനലാലും കുളക്കോടുമായി മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടി പൂർത്തിയാവുകയാണ്. മുഖ്യമന്ത്രി വീണ്ടും കേരളത്തിന്റെ ഭരണനിർവഹണത്തിന്റെ തിരക്കിലേക്ക്. അരുവിക്കര വീണ്ടും സജീവമായ രാഷ്ട്രീയ ചർച്ചകളിലേക്കും. നേതാവിനൊപ്പം ഇവിടെ പൂർണ്ണമാകുന്നു.